നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതിലകം പോലീസ് ജനാധിപത്യ വിരുദ്ധപരമായി പെരുമാറുന്നുവെന്നാരോപിച്ച് DYFI പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പെരിഞ്ഞനം വെസ്റ്റിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ സംഭവസ്ഥലത്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്നു. ദേശീയപാതയിൽ കയ്പമംഗലം ബോർഡിനടുത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. പോലീസ് ജനാധിപത്യ വിരുദ്ധപരമായി പെരുമാറുന്നുവെന്നാരോപിച്ച് DYFI പ്രവർത്തകർ മതിലകം സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ശ്രീനാരായണപുരം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം മതിലകം പള്ളിവളവിൽ ചുറ്റി സ്റ്റേഷനിലെത്തുന്നതിന് മുൻപായി പോലീസ് തടഞ്ഞു. തുടർന്ന് ദേശീയപാതയിൽ കുത്തിയിരിപ്പ് നടത്തിയ പ്രവർത്തകർ അരമണിക്കൂറോളം ദേശീയപാത ഉപരോധിച്ചു. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ സമരം ഉദ്ഘാടനം ചെയ്തു. അതിമൃഗീയമായ മർദ്ദനങ്ങൾ അഴിച്ചുവിടുമ്പോൾ സാധാരണ പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങളും നാട്ടുകാരും ഒക്കെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും. അതുപോലെ തന്നെ വലിയ രീതിയിൽ കൈക്കൂലി വാങ്ങുക എന്ന സ്ഥിതിവിശേഷം വന്നാൽ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ടവന് വേണ്ടി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും. ഏതെങ്കിലും ഒരു പ്രദേശത്തെ കലാപങ്ങൾ അടിച്ചമർത്തുന്നതിന് വേണ്ടി അതിന് തയ്യാറായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും. പക്ഷേ ഈ മാർച്ച് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള കേവലം ഒരു സബ് ഇൻസ്പെക്ടർ അയാൾ പുളിച്ച തെറി പറയുന്നതിനെതിരായിട്ടാണ് ഈ സമരം എന്ന് പറഞ്ഞാൽ എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവിടത്തെ അധികാരികൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ അയാളെ ആദ്യം തെറി പറയുക ചെയ്യുന്നത്. അതിനുശേഷം അതിലെ പ്രതിയായ ആളെ വിളിക്കും, അയാളെയും തെറി പറയുക അല്ലെങ്കിൽ മർദ്ദിക്കുക. എന്ത് ന്യായമാണ് ഈ മതിലകം പോലീസ് സ്റ്റേഷനിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും അക്രമ സംഭവങ്ങളിൽ പെട്ടവരെ പിടിക്കുന്നതിന് വേണ്ടി ഈ പോലീസിന് കഴിയുന്നുണ്ട്. വളരെ സാഹസികമായി ചിലപ്പോൾ ബീഡി വലിക്കുന്നവരെ പിടിക്കും, അതിസാഹസികമായി മദ്യപിച്ച് വല്ല റോട്ടിൽ നിൽക്കുന്ന ആളുകളെ പിടിക്കും. DYFI ബ്ലോക്ക് പ്രസിഡന്റ് EA നവാസ് അധ്യക്ഷനായി. KS കൈസാബ്, RK ബേബി, KV രാജേഷ്, രഘുനാഥ്, വിപിൻ P ദാസ്, KA കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു.
അതിനിടെ റോഡ് ഉപരോധിച്ച പ്രവർത്തകരുടെ ചിത്രം ക്യാമറയിൽ പകർത്താൻ പോലീസ് ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. നേതാക്കൾ ഇടപെട്ട് പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു. റോഡ് ഉപരോധിച്ചതിന് 100ഓളം പേർക്കെതിരെ മതിലകം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആറാട്ടുകടവ് CPM ബ്രാഞ്ച് സെക്രട്ടറി KP ഷാജിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ പ്രതികളെ പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് പ്രതികളും BJP പ്രവർത്തകരുമായ കുറുപ്പത്ത് ഷിബി, കോഴിപ്പറമ്പിൽ സുബീഷ്, അടിപ്പറമ്പിൽ നിഖിൽനാഥ് എന്നിവരെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുത്തത്. ഷാജിയെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ തെളിവെടുപ്പിനിടെ കണ്ടെടുത്തു. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഉപയോഗശൂന്യവുമായ ഒരു കിണറ്റിനരികിൽ നിന്നുമാണ് 2 വാളും ഇരുമ്പ് പൈപ്പും കണ്ടെടുത്തത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് KP ഷാജിയെ 6-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതികൾ ശനിയാഴ്ചയാണ് പിടിയിലായത്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം 2013 ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് ഫിഷറീസ് മന്ത്രി K. ബാബു. ചേറ്റുവ ഹാർബറിൽ നടത്തിയ സന്ദർശനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നേരത്തെ തീരുമാനിച്ചതെങ്കിലും പുലിമുട്ടിന്റെ ഫൈനൽ ഡിസൈൻ രൂപപ്പെടുത്തുന്നതിൽ കാലതാമസമുണ്ടായി. ഡിസൈനിംഗ് പൂർത്തിയായതോടെ നിർമ്മാണം ഇനി സമയബന്ധിതമായി പൂർത്തിയാക്കാനാകും. മണ്ണെണ്ണ ക്ഷാമം പരിഹരിക്കുന്നതിനായി നവംബർ 18-ന് സംസ്ഥാനത്തെ 160 കേന്ദ്രങ്ങളിലും മത്സ്യബന്ധന യാനങ്ങളുടെ കണക്കെടുക്കും. തുടർന്ന് ആവശ്യമായ മണ്ണെണ്ണയുടെ അളവ് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തും. ചേറ്റുവ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനം മന്ദഗതിയിലാണ്. അതിന്റെ ഡിസൈനിലൊരു പുലിമുട്ടിന്റെ ഡിസൈനിലൊരു മാറ്റം പ്രധാനമന്ത്രി ഏതായാലും ഇപ്പോൾ അതെല്ലാം നടപടികളും പൂർത്തിയായി. അതിൻ്റെ ഫൈനൽ ഡിസൈനായി. ഇത് അടുത്ത ഡിസംബർ മാസം ഈ 2013 ഡിസംബർ മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാകും. ആ നിലയ്ക്കുള്ള നടപടികൾ നടക്കുകയാണ്. 75% കേന്ദ്ര ഗവൺമെൻറ്റും 25% സംസ്ഥാന ഗവൺമെൻറ്റും മുടക്കിയിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലും ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പണം ഇത്തവണ ഉണ്ട്. MLA-മാരായ TN പ്രതാപൻ, KV അബ്ദുൽ ഖാദർ എന്നിവരും പഞ്ചായത്ത് ജനപ്രതിനിധികളും മന്ത്രിയോടൊപ്പം ചേറ്റുവയിലെത്തിയിരുന്നു. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃപ്രയാർ പത്മപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നു. കവി S. രമേശൻ നായർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു സമൂഹത്തിന്റെ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് S. രമേശൻ നായർ അഭിപ്രായപ്പെട്ടു. തനിക്ക് എത്രത്തോളം ചെറുതാകാൻ അത്രത്തോളം ചെറുതായി മത്സ്യമാണ്. ഇതിന് വേദനകളെടുക്കാൻ ലോകത്തെ രക്ഷിക്കാൻ നമ്മളും ചെറുതാകാം. എത്ര കണ്ടുകൾ ക്ഷമിക്കണം, എത്ര കണ്ട് ചെറുതാകാമോ അത്ര കണ്ട് ചെറുതാകണം. എന്തിന് എല്ലാറ്റിനെയും തിരിച്ചു പിടിക്കാൻ നമ്മളിലുള്ള മഹത്തായ ശക്തിയുടെ വളരെ ചെറിയ ഒരംശമായി മനസ്സ് വെച്ചാൽ നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം. ഭക്താഗ്രേശനായ വൈവസ്വവും ഒരിക്കൽ ബദരിയെന്ന സ്ഥലത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം സന്ധ്യാസ്നാനത്തിനായി കൃതമാല എന്ന നദിയിൽ ഇറങ്ങി. ഉടനെ ഒരു ചെറിയ മത്സ്യം അവിടെ വന്നു വരികയുണ്ടായി. ആ മത്സ്യം മനുവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് എന്നെ രക്ഷിക്കണം, എനിക്ക് ആഗ്രഹമില്ല, എന്നെ ഉപേക്ഷിക്കരുത്, എന്നോട് ദയവുണ്ടാകും. രാജാവ് മത്സ്യത്തെ ഈ കഴികളിൽ നിന്ന് പോവുകയെടുത്തു. ഒരു വലിയ മണ്ണുപാത്രത്തിലേക്ക് അതിനെ വളർത്തി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മത്സ്യം വളർന്നു നീങ്ങി രാജാവിന് വലിയ പാത്രത്തിലേക്ക്. മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന പ്രസിഡന്റ് NP രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി K. രജനീഷ് ബാബു, PN ഈശ്വരൻ, KP ഹരിദാസ് എന്നിവരും പ്രസംഗിച്ചു. ദേശീയപാത 17 വികസനത്തിനായി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനത്തിൽ പ്രതിഷേധിച്ച് മതിലകത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ അധ്യക്ഷനായി. അതിനപ്പുറത്തേക്ക് കൈവിട്ടുകളയുന്ന നേതൃത്വമാണ്, ഭരണ സംവിധാനമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ളത്. അതിനിരയായവർ ഒത്തിരിയേറെ ഉദാഹരണങ്ങളുമായി, ജീവിക്കുന്ന ഉദാഹരണങ്ങളുമായി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട്
വ്യർത്ഥമായിട്ടുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. നേരെ വാ നേരെ പോ. കാര്യങ്ങൾ അത് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കുകയും ചെയ്താലല്ലാതെ നമ്മുടെ വീട് ഇത്രയും നാൾ നിങ്ങൾക്ക് വൈകാരികമായിട്ടുണ്ടാകുന്ന വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇത്രയും നാള് താമസിച്ചിരുന്ന വീട് ഇറങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ കഷ്ടതയുള്ള പ്രയാസമുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അതിന് ന്യായമായിട്ടുള്ള നഷ്ടപരിഹാരം നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കണം. അതിനുവേണ്ടി ആക്ഷൻ കൗൺസിൽ ജില്ലാ കൺവീനർ ശിവദാസ്, കുടിയിറക്ക സമരം സമിതി ഭാരവാഹി ടി.എൽ. സന്തോഷ്, റഫീഖ്, ജെയിംസ് തിയാടി, സാലി, ഒ.എ. ജെൻട്രി, ബിജോ സിൽസേരി, ജൻസൺ, ടി.എം. ക്ലീറ്റസ് എന്നിവരും പ്രസംഗിച്ചു. ഇടവേള.